ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമുഖ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാവരും എല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. മഹാലക്ഷ്മിയുടെ കാര്യവും കണ്ണൻ്റെ കാര്യവും എല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ട്. മേഘനാഥനെ കൊല്ലാൻ ശ്രമിച്ചതും നമ്മുടെ കണ്ണൻ തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിലും വീണ്ടും തിരിച്ച് കമലേശ്വരം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനോടൊപ്പം തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദുർഗയോട് നമ്മുടെ സ്വാതിയുടെ അമ്മയായ അമ്മ പറയുന്നുണ്ട്, എന്തായിരുന്നു നിങ്ങളൊക്കെ കൂടെയല്ലേ ഇവളുടെ ജീവിതം തകർത്തത്, ഇതിന് നിങ്ങൾക്ക് പരിഹാരം എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇത്രയും കാലം നിങ്ങൾ ഇവളെ ഇവിടെ കൊണ്ടു നിർത്തി, ഇനി ഇവളെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കുമോ എന്നുള്ള രീതിയിൽ സ്വാതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയോടാണെങ്കിൽ. അന്നേ ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഇതൊന്നും വേണ്ടാന്ന്. അപ്പോഴൊന്നും നിങ്ങൾ ആരും തന്നെ ഇതൊന്നും കേട്ടില്ല. ഇപ്പോൾ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നഷ്ടമായതൊക്കെ ഇവൾക്കാണ്. ഇതാ ഈ സ്വാധിക്കാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവളെ വേറൊരുത്തിന് കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ്? അവനൊക്കെ ഇവളെ കല്യാണം കഴിക്കാൻ വരുമോ? ഇനിയിപ്പോൾ ഇവളുടെ ജീവിതം എന്തായി തീരുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ ദുർഗെ? എല്ലാത്തിനും നീയും കൂടെ കൂട്ടി നിന്നിരുന്നല്ലോ എന്നൊക്കെ ദുർഗയെ നോക്കി നമ്മുടെ സ്വാതിയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ ചേച്ചി, എല്ലാം ഇങ്ങനെ ആവുമെന്ന് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. മേഘനാഥനും ഇതിന് കൂട്ടു നിന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാതിരാമ പറയുന്നുണ്ട്, അതെ അവനും കൂടെ കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ മകളുടെ ജീവിതം. ഇനിയിപ്പോൾ ഇവളെ ആരാണ് കല്യാണം കഴിക്കുക? നിങ്ങൾ എനിക്കതും കൂടെ പറഞ്ഞു തരണം. ഏട്ടനും പിന്നെ നീയൊക്കെ കൂടെയാണ് എല്ലാത്തിനും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. എന്തായാലും എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ കണ്ണിനെ മഹി അങ്ങനെ ജീവനോടെ ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവരൊരിക്കലും സന്തോഷം കാണുകയില്ല. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തായാലും ഇതുവരെയൊക്കെ ഞാൻ ടൈം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും ഞാൻ എത്തിക്കും. സ്വാതിയുടെ ജീവിതം ഒന്നും തന്നെ സംഭവിക്കില്ല. കണ്ണൻ തന്നെ അവളെ വിവാഹം കഴിക്കും. അപ്പം നമ്മുടെ സ്വാതിയുടെ അമ്മ പറയുന്നുണ്ട്, എന്താ നീ വിഡിതം വിളിച്ച് പറയുന്നത്? അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഒരിക്കലും കണ്ണൻ അവളെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാതിയുടെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ഇച്ചിരിയെങ്കിലും ഇഷ്ടം നിൻ്റെ ഏട്ടൻ്റെ മക്കളോടുണ്ടെങ്കിൽ നീ എന്തായാലും ആ കുഞ്ഞിനെങ്കിലും ഇല്ലാതാക്കണം. അതെങ്കിലും നിന്നെക്കൊണ്ട് സാധിക്കുമോ ദുർഗയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതെങ്കിലും സ്വാതി ശരിക്കും ചേച്ചി, അതുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്വാതി ഇങ്ങോട്ട് തന്നെ മരുമകളായിട്ട് വരും. അത് ഞാൻ ചേച്ചിക്ക് തരുന്ന വാക്കാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാതി ഇവിടുത്തെ മകളാണ്, അവൾ കണ്ണൻ്റെ ഭാര്യയായിട്ട് തന്നെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. അതെന്തായാലും അതിൽ യാതൊരു മാറ്റം ഇനി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ ദുർഗ സ്വാതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്വാതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, ഇവിടുന്ന് ആഹാരം കഴിക്കുമ്പോൾ നിനക്ക് എന്തായാലും ഒരു ശ്രദ്ധ വേണം. ഇവിടെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അവരെയൊക്കെ ഇറക്കി വിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാനെന്തായാലും അവരോട് ഇറങ്ങി പോകും പോലും പറഞ്ഞിട്ട് അവരാരും തന്നെ പോകുന്നില്ല. അവർക്കെന്തോ ഇവിടെ അവകാശമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടുന്ന് മാറി നിൽക്കാനും സാധിക്കില്ല. കാരണം നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറി നിൽക്കാൻ സാധിക്കില്ല. നിനക്കിപ്പോൾ സുഖമില്ലല്ലോ, പിന്നെയെന്ന് വെച്ചാൽ നീ ഒരു അമ്മയാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിന്നെയും കൊണ്ട് ഒരുപാട് ദൂരങ്ങളൊന്നും യാത്ര ചെയ്യാനും കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീട്ടിലോട്ട് മാറാമായിരുന്നു എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒന്നും മാറണ്ട കണ്ണേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം. എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. എൻ്റെ ശരീരം, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം, കണ്ണേട്ടൻ്റെ ശരീരമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആർക്കും ഒരാപത്തും ഇനി ഉണ്ടാവില്ല. എന്തായാലും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അതുകൊണ്ട് അവരിച്ചിരി പേടിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. കാരണം കണ്ണേട്ടൻ വീഴ്ചയിലല്ല, ഇനി എഴുന്നേറ്റ് നടന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു പേടി തന്നെ കണ്ണേട്ടനെ കാണും എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ദുർഗ പറയുന്നുണ്ട്, എല്ലാവരുടെ മുമ്പിലും ഞാൻ ആകെ മൊത്തം നാണം കെട്ടു ഉണ്ണിമോനെ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആകെ ചെയ്യാൻ കഴിയുന്നത് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്? ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് അത് വലിയൊരു വേദന തന്നെയാണ്. ഒരച്ഛനായിരിക്കുക എന്ന് പറയുന്നത് അയാൾക്കതൊരിക്കലും സഹിക്കില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് നമ്മുടെ ദുർഗ, നീ ഇപ്പം എന്താ അവന് പക്ഷം പിടിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘനാഥനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, നിനക്കെന്താണ് ഇപ്പോൾ ഒരു മനമാറ്റം? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുന്നേ സംസാരിച്ചിരുന്നത്, ഇപ്പം എന്താ ആ കുഞ്ഞിനെ കളയാൻ നിനക്ക് ഇത്ര പ്രയാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, കുഞ്ഞിനെ കളയാൻ പ്രയാസം തന്നെയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ ആ വേദന ഞാനും ഒരിക്കലും അനുഭവിച്ചതാണ്. കാരണം ഞാനൊരു അച്ഛനായിരുന്നു ഇതിൻ്റെ മുന്നേ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥനോടാണെങ്കിൽ. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, നിനക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അനുജത്തിയുടെ ജീവിതമാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്ക് കണ്ണൻ വേണം. കണ്ണൻ ഉണ്ടായാലല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്തുക്കൾ കിട്ടുള്ളൂ. അതിന് എൻ്റെ അനിയത്തി ഇവിടെ വന്നേ മതിയാവുള്ളൂ. അവളെ എന്തായാലും ഇവിടുന്ന് മാറ്റി നിർത്തി കണ്ണനും മഹിയും അങ്ങനെ സന്തോഷമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
ആ മഹാലക്ഷ്മി അനുഭവിക്കുന്ന ആ സ്വത്തുക്കൾ മൊത്തം ആ ഒരു എല്ലാം കാര്യങ്ങളും എൻ്റെ അനുജത്തിയാണ് അനുഭവിക്കാൻ വേണ്ടിയിരിക്കേണ്ടത്. അവളായിരിക്കണം ഇവിടുത്തെ ആ ഏട്ടത്തിയുടെ സ്ഥാനത്ത് വരേണ്ടത്. അങ്ങനെ നിനക്ക് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അപ്പച്ചിക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളൊന്നും കാര്യമാക്കി എടുക്കണ്ട, അവന് പിന്നെ ആ കുഞ്ഞിനോടുള്ള ഇച്ചിരിയുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ കണ്ണനോട് യാതൊരു സ്നേഹവും അവനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗയാണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു പുറപ്പാടിലായതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ദുർഗയ്ക്ക് വലിയൊരു ശിക്ഷ തന്നെയാണ് അമ്മ വിധിക്കുന്നത്. അത് ദുർഗയാണെങ്കിൽ സ്വപ്നത്തിലും കൂടെ കാണുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ കുഞ്ഞിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി മഹിയാണെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്. ആ സമയത്താണ് ആ അമ്മയെ അങ്ങോട്ടേക്ക് കാണുന്നത്. മഹിയോട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആ അമ്മ മഹിയോട് ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് മാറാൻ സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറണം. കാരണം കുഞ്ഞിന് ആപത്താണ്, അവിടെ ഉള്ളവരെ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ മാത്രം പോരാ, അവർ എങ്ങനെയാണ് മോൾക്ക് എതിരെ എന്ത് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അമ്മയാണെങ്കിൽ. അവൻ മഹിക്കാണെങ്കിൽ ഇച്ചിരി പേടിയൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹിയും കണ്ണനാണെങ്കിൽ ഇപ്പം ബൈക്കിലൊക്കെ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിന് മഹിയാണെങ്കിൽ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും കമലേശ്വരം വീട്ടിൽ കരുണയെ കാണാൻ വേണ്ടിയിട്ട് പ്രതാപനും കരുണയുടെ മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ടുടൻ തന്നെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ട്. ഓ, ഇത്രയും കാലം കവിളിപ്പിക്കുന്ന ആൾക്കാരായിരുന്നോ ഇവിടെ? എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റൊക്കെ നടന്ന് ഉടൻ തന്നെ ഇപ്പോൾ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ രണ്ടുപേരും ബൈക്കിൽ കൂടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ട മറുപടി പറയാണ്, അതെ, എനിക്കങ്ങനെ തന്നെയാണ്, ഹണിമൂണ് ഞങ്ങൾ ഇപ്പോഴെങ്കിലും ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് മഹിയെ ചേർന്ന് നിർത്തി കണ്ണനാണെങ്കിൽ അകത്തോട്ട് കയറി പോവാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ മഹിക്കാണെങ്കിൽ കഠിനമായ ഒരു വയറുവേദന വരികയാണ്. മഹി ഉണ്ടാക്കിയ ആ ജ്യൂസിൽ നിന്നാണ് മഹിക്ക് കഠിനമായ വയറുവേദന വരുന്നത്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഭയങ്കര പരവേശമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ തോമസ് സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. മഹി കുടിച്ച ജ്യൂസിൽ എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായി കുടിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും കുഞ്ഞ് വയറ്റിലുണ്ടായത് എന്നുള്ള കാര്യം മഹി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വന്നിട്ട് നമ്മുടെ ദുർഗയോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങൾ ഇത്ര തരം താഴ്ന്ന ഒരു കളി കളിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളും ഒരമ്മയല്ലേ, 2 മക്കളെ നിങ്ങളും പ്രസവിച്ചതല്ലേ, എങ്ങനെയാണ് ഒരു ചെറിയ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല, ഇനി നിങ്ങളിവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ല, എൻ്റെ കുഞ്ഞിനും എനിക്ക് യാതൊരു ആപത്തും സംഭവിച്ചില്ല, അത് ഈശ്വര കൃപ കൊണ്ടാണ്. ഇനി നിങ്ങളൊരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് നമ്മുടെ ദുർഗയെ മുടി പിടിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ പുറത്താക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ദുർഗയ്ക്ക് അമ്മയുടെ ആ വലിയൊരു ശിക്ഷ അനുഭവിക്കുന്നത്. നമ്മുടെ ദുർഗയാണെങ്കിൽ നിലത്ത് വീണ് തലയടിച്ച് നമ്മുടെ ദുർഗയുടെ ചോരയൊക്കെ തലയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നൊരപ്പുറമായിരുന്നു വേദന. ആ സമയത്ത് ഉണ്ണിയോ മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദുർഗയെ രക്ഷിക്കാൻ കണ്ണനും മഹിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ ദുർഗയെ എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ദുർഗയുടെ ഓർമ്മശക്തി മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനാണെങ്കിൽ സമാധാനമായി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. ഇനിയിപ്പോൾ ദുർഗയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ മറ്റൊരു പ്രമമായിട്ട് വരാം. അപ്പോൾ ബായ്.